നമസ്തേ. അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫ് എന്നും PR ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് വലിയ വിവാദത്തിന് തന്നെയാണ് തിരികൊളുത്തിയത്. കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നു എന്നും പലയിടങ്ങളിൽ നിന്നും അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നു എന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതുനും അർജുന്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു. അർജുന്റെ പേരിൽ മനാഫ് പണം സ്വീകരിച്ചു എന്നും യൂട്യൂബ് ചാനലിലൂടെ വ്യൂവേഴ്സിനെ കൂട്ടാനാണ് മനാഫ് ശ്രമിച്ചത് എന്നും കുടുംബം ആരോപിച്ചു. അത് സത്യം തന്നെയല്ലേ? ഈ വിവാദം വന്നതിന് പിന്നാലെ വെറും 10,000-ൽ നിന്ന മനാഫിന്റെ ചാനൽ കുത്തനെ 1.5 ലക്ഷത്തിന് മുകളിലാണ് ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നത്. സത്യത്തിൽ അർജുൻ എന്ന വൈകാരികതയെ തന്നെ മനാഫ് വിൽക്കുകയല്ലേ ചെയ്തത്? അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെയല്ലേ? ഷിരൂരിലേക്ക് തനിയെ അർജുനെ വിട്ടതു മുതൽ പല കാര്യങ്ങളും ഇക്കൂട്ടത്തിൽ നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരു സംശയം, ചെക്കറില്ലാത്ത ഒരു ലോറിയിൽ അർജുനെ വിട്ടത് ശരിയാണോ? കേരളത്തിലെ ഒറ്റ മാധ്യമവും ഇതുവരെയും ശ്രദ്ധിക്കാതെയും ചർച്ച ചെയ്യാതെയും പോയ ഒരു വിഷയമാണ് പൊതുജന സമക്ഷം ഹിന്ദു വിശ്വാസ് ചാനൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഈ ഒരു വീഡിയോ വിവാദമുണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല. ഒരു സ്വാഭാവികമായ സംശയത്തിന്റെ ദൂരീകരണം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. മലയാളിയായ മനാഫ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സാഗർ കോയ ടിംബേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ചുമതലയിലുള്ള KA 15A 7427 എന്ന ഭാരത് ബെൻസ് ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത്. നിലവിൽ രാജ്യത്തുള്ള ഏറ്റവും വലിപ്പമുള്ള ലോറികളിൽ ഒന്നാണ് ഭാരത് ബെൻസ് എന്ന് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ വലിയൊരു ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് സംശയിക്കുന്ന ജൂലൈ 20-ാം തീയതി മാത്രം അർജുൻ ഏകദേശം 181 കിലോമീറ്റർ ദൂരം ഈ വാഹനം ഓടിച്ചതായി അതിന്റെ GPS രേഖകൾ സൂചിപ്പിച്ചിരുന്നു. അത്ര വലിയ ഒരു ലോറിയിൽ ഒരു ചെക്കറോ അല്ലെങ്കിൽ ഒരു രണ്ടാം ഡ്രൈവറോ ഇല്ലാതെ ഉടമ എന്തിനാണ് അർജുനെ മാത്രമായി ഓട്ടത്തിന് വിട്ടു എന്നതാണ് ഞങ്ങളുടെ പ്രധാന സംശയം. ദീർഘദൂരം ഓടിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുന് ഒന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളെ പറ്റിയൊക്കെ മഴ പെയ്യുമ്പോൾ വേണ്ട സൂചനകൾ നൽകാനും വാഹനം വൃത്തിയാക്കാനും അല്ലെങ്കിൽ ഗ്ലാസ് തുടയ്ക്കാനും ഒക്കെ നമ്മുടെ നാട്ടിൻ പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ കിളി അല്ലെങ്കിൽ ചെക്കർ ഈ വാഹനത്തിൽ വേണ്ടതായിരുന്നില്ലേ? ചിലപ്പോൾ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള വാഹനമാണ് ഭാരത് ബെൻസ് എന്നും അതിനാൽ ക്ലീനർ വേണ്ട എന്നും ഒരു വാദത്തിനു വേണ്ടി അവർക്ക് പറയാൻ സാധിക്കുമായിരിക്കും. എന്നിരുന്നാലും ടൺ കണക്കിന് തടി കയറ്റാൻ പോയ ഈ ലോറിയിൽ അത്തരത്തിലുള്ള ഒരു സഹായ ജീവനക്കാരൻ എന്താണ് ഇല്ലാതായി പോയത്? അത്തരത്തിലുള്ള ഒരു സംശയം ഇതുവരെയും ആരും ചോദിച്ചു കണ്ടില്ല. മോട്ടോർ വാഹന നിയമ വകുപ്പ് 93 അനുസരിച്ച് എല്ലാ വാണിജ്യ വാഹനങ്ങൾക്കും കണ്ടക്ടറോ അതിനു തുല്യമായ മറ്റൊരു വ്യക്തിയോ ആ വാഹനത്തിൽ സഹായിയായി ഉണ്ടാകണം എന്നത് നിർബന്ധമാണ്. യാത്രക്കാരെ കയറ്റുന്ന വാഹനമാണെങ്കിൽ ആ വ്യക്തിയെ കണ്ടക്ടർ എന്നും അല്ലാത്ത വാഹനമാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ക്ലീനർ എന്നും വിശേഷിപ്പിക്കും. അപ്രകാരം നോക്കുമ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ഈ വാഹനത്തിലും ഒരു ക്ലീനറുടെ ആവശ്യമുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ വാഹനത്തിൽ അപകട സമയത്ത് ഒരു ക്ലീനർ ഉണ്ടായിരുന്നതായി എങ്ങും തന്നെ ആരും പറഞ്ഞ് കേട്ടതില്ല. അപ്രകാരം ഒരു സഹായി അർജുനോട് ചേർന്ന് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വരുന്ന ആ കാഴ്ച കാണാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ വരികയായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തവും അർജുന് സംഭവിക്കാൻ ഇടയാകില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വാഭാവികമായ സംശയത്തിന്റെ ദൂരീകരണം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വീണ്ടും എടുത്തു പറയുകയാണ്. ഇപ്പോൾ മനാഫിനെതിരെ ഉയരുന്ന വിവാദത്തിനൊപ്പം എന്തിന് മനാഫ് അർജുനെ ഒറ്റയ്ക്ക് വിട്ടു എന്ന ചോദ്യവും വളരെ ഉച്ചത്തിൽ തന്നെ മുഴങ്ങുകയാണ്.